take you everyone to the reception to do all the check-in process there. Just want to find out, is there anyone comes for the daily session? No? ഇതാണ് ജനക. ജനക നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്ന എല്ലാം ജനകയാണ്. അപ്പോൾ നമ്മൾ അടാരൻ ഹുദ്രാഫുഷി എന്ന് പറയുന്ന റിസോർട്ടിലാണ്. റിച്ചുകുട്ട് ഉറങ്ങി. താങ്ക് യു ബ്രോ. അപ്പോൾ ആദ്യം വന്നോണ്ട് നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ അതാരെല്ലാം അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങളിതാ ഇവിടെ ഇരുന്നു. ഫസ്റ്റ് ഒരു ടച്ചിലിട്ട് തുടങ്ങിപ്പോയി പാവം. താങ്ക് യു ബ്രോ. അപ്പോൾ ഇതാണ് ഒരു റിസോർട്ട് വൈബ്. നിങ്ങളെന്തായാലും വരുമ്പോൾ അടാരൻ ഹുദ്രാഫുഷി ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നമ്മൾ ഈ മാൽദീവ്സിൽ കാണുന്ന വീഡിയോസിൻ്റെ ഭംഗിയൊക്കെ അതാ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇതാണ് യഥാർത്ഥത്തിലെ മാൽദീവ്സിൻ്റെ വേറൊരു വശം. ദിച്ചു ഈജി തൊപ്പി എടുത്താ രിച്ചുകുട്ടാ. വേണ്ട കടല് ഡോൾഫിൻ. അങ്ങനെ ഞാനും രിച്ചുകുട്ട് നമ്മളിതാ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ ഇവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബീച്ചിലാണ്. അപ്പോൾ ഇതാണ് അടാരൻ ക്ലബ്, അടാരൻ റിസോർട്ട്സിൻ്റെ അടാരൻ ഹുദ്രാഫുഷി റിസോർട്ടാണ്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിലത്തെ വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ടാണ് മാൽദീവ്സിനെ പാരഡൈസിൻ്റെ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഭംഗി കറക്റ്റ് ആ ഒരു നീല നിറം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തേക്ക് ഡേ ട്രിപ്പിനാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളിപ്പോൾ ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ തന്നതിന് ശേഷം ഇനി നമ്മൾ നേരെ സ്നാക്സ് കഴിക്കാൻ പോകും. 12:30 ഇതിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബഫറ്റ് നമുക്ക് ഉണ്ട്. അത് കഴിക്കാൻ വേണ്ടി പോകും. അതിനുശേഷം വൈകുന്നേരം 4 മണിയോട് കൂടി കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിച്ചുകുട്ടനും പങ്കെടുക്കാം. ബീച്ച് ഡ്രില്ലിലാണ് അതിൻ്റെ ഗെയിംസും കാര്യങ്ങളും എല്ലാം. അങ്ങനെ നമ്മൾ 6:30 ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അപ്പം വന്നിട്ട് ഒരു പ്യുവർ മാൽദീവിയൻ റിസോർട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് അടാരൻ ഗ്രൂപ്പിൻ്റെ ഹുദ്രാഫുഷി റിസോർട്ട്സ്. നിങ്ങൾക്ക് പല ഓൺലൈൻ സൈറ്റിലൂടെ അതുപോലെ ഡയറക്റ്റായിട്ട് ഇവിടെ ബുക്ക് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിതിൽ വേണ്ട സഹായങ്ങളെല്ലാം നമുക്കിവിടെ അസിസ്റ്റൻസ് തന്നത് ജനകയാണ്. ജനകയ്ക്ക് വലിയൊരു താങ്ക്സ്. അപ്പോൾ മാൽദീവ്സിൻ്റെ ഈ ഒരു യാത്ര വീഡിയോ തുടർന്നുകൊണ്ടേയിരിക്കും. ഫുൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഡേയ്സിൽ കവർ ചെയ്യുന്ന 10 days പ്ലാനിൽ അവർ വന്നതിൻ്റെ ഫുള്ള് ശ്രീമോനും വന്നതിൻ്റെ കവർ ചെയ്യുന്ന ഫുള്ള് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ സ്നാക്സ് കഴിച്ചിട്ടാവാം. അടിപൊളി അല്ലേ? അങ്ങനെ നമ്മളിവിടെ ഒരു സ്നാക്സൊക്കെ കഴിക്കാനായിട്ട് വന്നതാണ്. ഇതാണ് സ്നാക്സൊക്കെ കഴിക്കുന്ന ഏരിയ. നല്ല അടിപൊളിയാണ്. സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. രിച്ചുകുട്ടൻ ഇവിടെ നമ്മൾ പാലൊന്നും കൊടുത്തിട്ട് കുടിക്കുന്നില്ല. അങ്ങനെ ഒരു വിരളിയിലിരിക്കുകയാണ് രിച്ചുകുട്ടൻ. നല്ലൊരു വൈബാണ്. ഇതാണ് അടാരൻ ഹുദ്രാഫുഷിയുടെ റിസപ്ഷന്. അതുപോലെ തന്നെ ചെറിയൊരു കഫേറ്റീരിയ പോലെ അവരുടെ ബാറ് വരുന്നുണ്ട്. അവിടെ ആയിട്ടാണ് ബാറും സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം വരുന്നത്. നമ്മൾ നേരെ ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഈ കാണുന്നതാണ് അടാരൻ്റെ റൂം, സ്വിമ്മിംഗ് പൂള്. ഇതാണ് ബാറ് വരുന്നത്. ഞാനും ചെറിയ സോഫ്റ്റ് ബിവറേജാണ് എടുത്തത്. ഇത് വലിയ ആൾക്കാർക്ക് അതുപോലെ തന്നെ കിഡ്സിന് സെപ്പറേറ്റ് പൂളുണ്ട്.
ആയ്. രിച്ചു ബൈ കൊടുക്കും മോനെ. ഓക്കേ ഓക്കേ ബൈ ബൈ സീ യു പറഞ്ഞേ. സീ യു. ആ ബൈ ബൈ. സീ യു പറഞ്ഞേ. ബൈ ബൈ. സീ യു പറയടാ. ബൈ ബൈ. ആ ബൈ. ആ ഒരു പ്ലെയിങ് കിസ് കൊടുക്കും. ഒരു പ്ലെയിങ് കിസ്. Playing is സ്വിമ്മിംഗ് പൂള് കിഡ്സിന് സെപ്പറേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലാതെ അഡൽട്സിനുള്ളത് സെപ്പറേറ്റ് സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ട്. നമ്മുടെ റിച്ചിതാ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് ഇരിക്കുകയാണ്. പൈസ ഒക്കെ ഞാൻ ലിച്ചു എന്താ നമ്മളെവിടെ പോയി? സ്വിമ്മിംഗ് പൂളിൽ പോയല്ലേ നീന്താൻ. സ്വിമ്മിംഗ് പൂളിലൊക്കെ നീന്തിയിട്ട് വന്ന് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് അല്ലേ ലിച്ചു? അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. തിരിച്ചു വന്നിട്ട് വീണ്ടും നമ്മൾ നീരാട്ടിനിറങ്ങും. ഓരോ ടൈപ്പ് വില്ലാസ് ഇവിടെ ഉള്ള. നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് അടിപൊളി വിഷ്വൽസ് ആണ് അല്ലേ? എന്ത് ഭംഗിയാണ്. ഒരു സൈഡ് നല്ല അടിപൊളി ബ്ലൂ കളറിൽ ഇങ്ങനെ കിടക്കുക. ചേച്ചിക്കുട്ടാ ബനിയൻ കഫേയിലെത്തിയതാ. നമ്മൾ കഴിക്കാൻ പോവാണ്. ചേട്ടൻ ചേട്ടൻ ഇതാ നമ്മൾ കഴിക്കാൻ എത്തി. അപ്പം ഞങ്ങൾ വന്നോണ്ടൻ ടേബിളൊക്കെ എടുത്ത് ടേബിളിൽ നമ്മൾ എല്ലാമൊക്കെ സെറ്റ് ചെയ്ത് 3 ടേബിളാണ് എടുത്തത്. ഇഷ്ടംപോലെ ടേബിൾ ഇവിടെ ഉണ്ട്. അസിസ്റ്റ് ചെയ്യാൻ ഈ ബ്രദറുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല വലിയൊരു സ്പേസാണ് കേട്ടോ. നമ്മൾ കഴിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇത് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. പറയാതിരിക്കാൻ ഏതാ കണ്ട ബാക്കിൽ കരിക്കും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബഫറ്റ് കാഴ്ച. അപ്പോൾ നല്ല വിശപ്പുണ്ട്. വീക്കൻസ് കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. ഈ ഇതിലായതുകൊണ്ട് അതിൻ്റെ സ്പെഷ്യൽ ഇതിൽ ഇതാ ബഫറ്റ് ലസൻ വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ടല്ലേ ഇഷ്ടം പോലെ. ഇന്ത്യൻ പവലിയൻ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട്. നമ്മുടെ ഈ ഫുഡുകളെല്ലാം കൊള്ളാം കേട്ടോ. ഒന്നും കുറ്റം പറയാനായിട്ടില്ല. അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഫുഡിൻ്റെ കാര്യം കഴിച്ച് തീർന്നിട്ട് പറയാം. ഇതുവരെ അടിപൊളിയാണ്. എല്ലാം കവർ. രച്ചുകുട്ടന് ചെയറൊക്കെ കിട്ടി കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങൾ ഓൺ പ്രോഗ്രസ്സിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഫുഡാണ് കേട്ടോ. നിങ്ങൾ മാലദ്വീപ്സ് വരുമ്പോൾ ഉറപ്പായിട്ടും അടാരൻ കുതിര ഫിഷിയിൽ പറ്റുവാണെങ്കിൽ ഒരു ഡേ ട്രിപ്പ് അറ്റ്ലീസ്റ്റ് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ റിസോർട്ട് റൂം ബുക്ക് ചെയ്തതിന് വെർത്താണ് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക്. ഓൾ ഇൻക്ലൂസീവ് എല്ലാ ബിവറേജസും ഫുഡും ഒക്കെ കവർ ചെയ്യും കേട്ടോ. അതുപോലെ നല്ലൊരു സ്റ്റാഫിൻ്റെ പെരുമാറ്റം നല്ലതാണ് ഇവിടെ. മാറിക്കൊടുക്ക് വണ്ടി മാറിക്കൊടുക്ക്. ഇത് കൊള്ളാം അല്ലേ ഈ മരത്തിൻ്റെ സംഭവം. അങ്ങനെ നമ്മുടെ ശ്രീ കുളത്തിലിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ശ്രീതാതങ്ങളുടെ നീന്തൽ കഴിവുകളെല്ലാം അങ്ങനെ ശ്രീ ഒരു റൗണ്ട് നീന്തി കഴിഞ്ഞിട്ട് ഇതാ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാ വീണ്ടും അടുത്ത നീന്തൽ അടവുകൾ പയറ്റുകയാണ് നമ്മുടെ ശ്രീ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ നേരി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ ഇവിടെ വന്നിങ്ങനെ കിടക്കുകയാണ്. ഇതാ ഈ ഒരു തണലിങ്ങനെ കിടക്കുക. ഇവിടെ ഒരു സൺബാത്ത് എടുക്കാനുള്ള രീതി. സൺബാത്തല്ലേ ഉള്ളൂ, ഭയങ്കര ചൂടാണ്. എന്നാലും അങ്ങനെ ഞാനും ധരിച്ചുകൂട്ടനും ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അടാരനിലെ ഫുഡ് നല്ല ഫുഡാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യാണ്. അടാരൻ ഉദ്ര പക്ഷേ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. ധരിച്ചുകൂട്ടൻ ശ്രീ നീന്തുന്നതൊക്കെ നോക്കിയാൽ മനസ്സിലാണ്. ഇതൊക്കെയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് വെക്കേഷൻ ആയാലും ഒക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ. നല്ല രുചിക്കുട്ടാ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അല്ലേ?
നല്ല അറ്റ്മോസ്ഫിയർ ഇച്ചുകുട്ടനെ ഹാപ്പിയാണ്. അതേ കണ്ടില്ലേ, ഇച്ചുകുട്ടൻ എന്താ അമ്മേടെ അടുത്ത് പോയി അവസാനം പൂളില് സ്ത്രീ എങ്ങനെ എൻ്റെ ലയിപ്പിച്ചിട്ട് മുങ്ങാൻ നോക്കി. ഒടുവിൽ മോന്താ പോയി അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. എന്തായാലും അവർ നല്ല ഹാപ്പിയാണ്. റിച്ചുകുട്ടൻ എന്താ നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ നീന്തി പഠിപ്പിക്കുകയാണ് റിച്ചുകുട്ടനെ. അത് റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള പൂളാണ് കേട്ടോ. അഡൽസിന് ഇപ്പുറത്തും ഞാൻ നേരത്തെ പറഞ്ഞ കിഡ്സിന് അപ്പുറത്തുമാണുള്ളത്. പിന്നെ നമ്മളിപ്പോൾ റിച്ചുകുട്ടനെ കയ്യിൽ വെച്ചേക്കുന്നുണ്ട്, കുഴപ്പമില്ല. റിച്ചു റിച്ചു എവിടെ പോകണം? അപ്പോൾ അതാ നമ്മൾ അടുത്ത ബലൂൺ ഫെസ്റ്റ് പരിപാടികൾക്കൊക്കെ പോവുകയാണ്. ഇപ്പോൾ തുടങ്ങും. ബീച്ചിൻ്റെ അവിടെ ചെന്നിട്ടാണ് അതിൻ്റെ പരിപാടിയാണ് പോകുന്നത്. ഈദുള്ളത് സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ മോനെ? മോൻ താളം പിടിക്കുകയാണ്. താളം പിടിക്കണ എങ്ങനെ? ബാക്കിൽ എൻ്റെ പരിപാടികളൊക്കെയാണ്. മോനെ താളം പിടിക്കണ എങ്ങനെ? നമ്മളിതാ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സ്നാക്സ് ആയിരുന്നു. സമോസ, കേക്ക്, ട്യൂണയിലൊക്കെ സമോസ, നല്ല അടിപൊളി സമോസ. അതിന് മോനെല്ലാം ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ആ പരിപാടിക്ക് പോകും. അപ്പോൾ ഈവനിങ് സ്നാക്സും തലക്കേടില്ല, കൊള്ളാം. നല്ല സ്നാക്സ്, സമോസ നല്ല രസമുണ്ട്. പിന്നെ അതാ കോട്ടൺ തുണിയൊക്കെയാണ് അവർ നമുക്കിവിടെ വെച്ചിട്ടുള്ളത് യൂസ് ചെയ്യാനായിട്ട്. ഒക്കെ അടിപൊളി. ദിച്ചു എന്ത് ചെയ്യുവാ? എന്ത് ചെയ്യുവാ? കടലെവിടെ? കടല് ദോ കടല്. ഇതാ അങ്ങനെ ഞങ്ങൾ അഡാരൻ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഈവനിങ് വ്യൂ ഇതാ ഇങ്ങനെയാണ്, അടിപൊളിയാണ് അല്ലേ ഈവനിങ് വ്യൂ. ഞങ്ങളിവിടെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ അഡാരനിൽ നിന്ന് പോവുകയാണ്. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഒരു ഡേ പോയതറിഞ്ഞില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഫുഡായാലും ബാക്കി പ്ലാനുകളായാലും ഒക്കെ ഗംഭീരമായിരുന്നു. നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. അതിലേറെ റിച്ചുകുട്ടന് നല്ല ഹാപ്പി ആയിരുന്നു. കാരണം അവന് നല്ല ഓപ്പണായിട്ട് നടക്കാനും എടുക്കാനും ഒക്കെ തോന്നിക്കുന്നു കേട്ടോ. മീൻസ് നമുക്ക് സേഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ശ്രീയും അത് നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞ് പോകാനായിട്ടെല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ മാലയ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഡേ 2 വിശേഷം. ഇന്നലെ വന്നു റെസ്റ്റ് ചെയ്ത് നമ്മൾ ഇന്ന് നാളെ സത്യം പറഞ്ഞാൽ വർക്കിന് പോകണം. അപ്പം അത് കഴിഞ്ഞിട്ട് ക്രോസ് റോഡ് എന്ന് പറയുന്ന ഒരു തൊട്ടടുത്തുള്ള ഒരു ഐലൻഡ്, അവിടെ കുറച്ച് റിസോർട്ട്സ് ഉണ്ട്. അവിടെ ഒരു ഡേ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അഡാരൻ കുതിരാഫുഷിയിലെ വിശേഷങ്ങൾ. ഞങ്ങൾക്ക് 6 മണിക്കാണ് തിരിച്ച് പോയിട്ട്. അപ്പോൾ പോകണം. എന്നിരുന്നാലും ഈ പാക്കേജിന് 100% വർത്തായിട്ടുള്ള കാര്യങ്ങളും സർവീസസും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമ്മളത് ബോട്ടിൽ കയറാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെത്തി. ശ്രീയും ഞാനും മോനും ഒക്കെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു മഴക്കും ഇവിടെ എത്തിയപ്പോഴത്തേക്കും മോന് ഉറങ്ങിപ്പോയി. പാവം ഇന്ന് ഫുള്ള് ടയേർഡായി. അങ്ങനെ മോൻ ഉറങ്ങി. അപ്പോൾ നമ്മളിനി സ്പീഡ് ബോട്ടിൽ കയറി മാലയിൽ ചെല്ലും. ഒരു 25-30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ മാല റീച്ചാകും. അപ്പോൾ അഡാരനോട് ബൈ പറയുകയാണ്. എന്തായാലും നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു, ഫാമിലിയായിട്ട് ഒരു വെക്കേഷൻ. അപ്പോൾ അഡാരനിൽ സ്ട്രോങ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യണം. അഡാരൻ കുതിരാഫുഷി ഇസ് എ ബെസ്റ്റ് ചോയ്സ്. നിങ്ങൾ മാൽദീവ്സ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ.
when you are planning to visit Maldives, Adaran Hidra Resort is a best option. ഞങ്ങൾ ഫുഡൊക്കെ പാചകം ചെയ്ത ശ്രീയും മോനും കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിച്ചിട്ടാണ്. ഞങ്ങൾ ഈവനിങ് വന്നിട്ട് ഇന്ന് ഗോതമ്പ് ദോശയും മുട്ടക്കറി ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ്. രാവിലെ കാപ്പിയെ കുടിച്ചിട്ട് ഞാൻ ഓഫീസിൽ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ അമ്മയും മോനും കൂടെ ബീച്ചിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നത്തിങ് CMF Pro 2 അമ്മയും മോനും കൂടെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ശ്രീക്ക് ഒരു ലൈം ജ്യൂസ് വാങ്ങാൻ ഇറങ്ങിയതാണ്. ഇതാ ലൈം ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 60 രൂപയാണ് ലൈം ജ്യൂസിൻ്റെ റേറ്റ് വന്നത്. നാളത്തെ കുക്കിങ്ങിനുള്ള വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടയ്ക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 3 രൂപയാണ് വരുന്നത്. കുറച്ച് തക്കാളിയും നല്ല വിലയാണ് കേട്ടോ. ഇവിടെ മുട്ടയൊക്കെ വിലക്കുറവാണ്. റൈസും ഒക്കെ എന്നാൽ വെജിറ്റബിൾസിന് നല്ല റേറ്റാണ് ഇതാ ഈ കാണുന്നത്. കാരണം എല്ലാം പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഹൈ പ്രൈസാണ്. ഇതിവിടെ 24 hours ഓപ്പൺ ആയിട്ടുള്ള BB മാർട്ട് എന്ന് പറയുന്ന ഒരു മാർട്ടാണ്. അത്യാവശ്യം നമ്മളവിടുത്തെ ഒരു മാർജിൻ ഫ്രീ പോലെയൊക്കെ. ഇപ്പം പർച്ചേസിന് എന്നൊക്കെയാണ് ലഭിച്ചു കിട്ടാൻ. ഹായ് കൊടുക്കല്ല. ഹായ് ഹായ്. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതായി ഇവിടെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളൊരു 7:30 തിരിച്ചെത്തി ഗൈസ്. അടുത്ത കിച്ചണിൽ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ശ്രീ ചെയ്യുവാണ്. നമ്മൾ ക്രോസ് റോഡിൽ പോകുന്ന അമ്മയും മുന്നിൽ പോകണം. അമ്മയെ നാരായണ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഉച്ചിക്കെട്ടി പാറോടി പാട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ക്രോസ് റോഡാണ് ഉച്ചയ്ക്ക് ശേഷം പോകുന്നത്. രാവിലെ ഉച്ചയ്ക്കല്ല, വൈകുന്നേരമാണ് പോകുന്നത്. വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. ഞാൻ ലിച്ചുകുട്ടനും പാപ്പവും കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. ലിച്ചുകുട്ടൻ എന്താ ആന അടിക്കാൻ കയറി ബും ബും ഓപ്പടോ. ലിച്ചുകുട്ടാ വേണ്ട, എല്ലാവർക്കും ഹായ് കൊടുക്ക്. ഹായ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് ഇനി ക്രോസ് റോഡ് പോകണം. ക്രോസ് റോഡ് ഐലൻഡിൽ പോകാൻ വേണ്ടി കാപ്പി കുടിച്ചിട്ടുള്ള ഇരിപ്പാണ്. ഇരിച്ചിക്കട്ടെ, എല്ലാവർക്കും ഹായ് കൊടുക്ക്. ഹായ്. ഓ എല്ലാവർക്കും നല്ല ഹായ് ഇരിച്ചിക്കുട്ടൻ്റെ വക. അങ്ങനെ ഞങ്ങളിതാ വൈകുന്നേരം പോവും. രാവിലെ കാപ്പി കുടിച്ച് രിച്ചിക്കുട്ട ഉറങ്ങാനുള്ള ടൈമായി. രിച്ചു അതാ ചാച്ചി. എന്തോ അയ്യോ അയ്യോ വീണു പോവും മോനെ. അയ്യോ എന്തോ അയ്യോ അയ്യോ അയ്യോ. രിച്ചിക്കുട്ട തലേനെടുത്തിട്ട് സമാധാനമായിട്ട് കിടക്കും. നമ്മളെ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. രിച്ചുവിന് ഫുഡ് കൊടുക്കുകയാണ് ഗൈസ്. ഇന്ന് ശ്രീ കിട്ടിയതാണ് പ്രോൺസും പുളിശ്ശേരിയൊക്കെയാണ്. ഇത് കഴിച്ചിട്ട് നമുക്ക് നേരെ ക്രോസ് റോഡിലോട്ട് പോകണം. റിസോർട്ടിലോട്ട് വൈകുന്നേരം ആവാറായി. ഓക്കെ. അപ്പോൾ അവിടെ പോകാൻ എന്താ ഫെറി ടെർമിനലിൽ നിന്ന് ഈ ബ്രോതാ മോന് ക്രോസ് റോഡിൽ പോകാനുള്ള ബാഡ്ജൊക്കെ കെട്ടിക്കൊടുത്ത് തിരിച്ചു. അങ്ങനെ ശ്രീയും എത്തി. നമ്മളിത് അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ അങ്ങനെ ബോട്ടിൽ കയറണം. ഇതാണ് ബോട്ടിന് ഉൾവശം. നമ്മളങ്ങനെ ബോട്ടിൽ ആ കാണുന്നതാണ് കടലിന് നടുവിലൂടെയുള്ള പാലം. ചൈനയാണ് ഇത് മാൽദീവ്സിന് വേണ്ടി കെട്ടിക്കൊടുത്തത്. ഇന്ത്യയും സ്പോൺസർ ചെയ്ത ഒരു പാലം കെട്ടുന്നുണ്ട്. ഈ ബോട്ട് ഇപ്പം മെല്ലെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാം മുകളിൽ കൂടെ വണ്ടികളെല്ലാം പോകുന്നുണ്ട്. ഈ പാലത്തിൽ നേരെ എയർപോർട്ടിലേക്കാണ് ചെല്ലുന്നത്. പാലം ഏകദേശം ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഈ ബോട്ട് ഈ പാലത്തിൻ്റെ അടിയിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ്. വളരെ ഒരു മഹാത്ഭുതം തന്നെയാണ് ഈ ഒരു പാലം. ഈ കടലിൻ്റെ മൊത്തം നടുവിൽ കൂടിയുള്ള ഈ ഒരു പാലം അത്ഭുതം തന്നെയാണ്. പാലത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോവുകയാണ്. കണ്ടോ പാലത്തിൻ്റെ അടിയിൽ കൂടെ എത്ര മനോഹരമാണ് ഈ ഒരു കാഴ്ച.
ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ബോട്ടിൽ ആൾക്കാരെല്ലാം ഫുള്ളായിട്ടുണ്ട്. ഞാൻ പറയുന്ന സൗണ്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല സൗണ്ടുണ്ട് ബോട്ട്. ഇതാണ് പിന്നിലെ കാഴ്ച. ഇടയ്ക്ക് നമ്മൾ ഷാർക്കിനെ കണ്ടു. ഷാർക്കാണോ ഡോൾഫിനാണോ എന്നൊന്നും അറിയാൻ വയ്യ. അമ്മയും പോലും ഇത് കാണുന്നില്ല. അങ്ങനെ നമ്മൾ മാലേ സിറ്റിയിൽ ഒരുപാട് ദൂരം വന്നിരിക്കുന്നത്. ആ കാണുന്നതാണ് മാലേ സിറ്റി. നമ്മൾ ക്രോസ് റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഋഷികുട്ടൻ കടലൊക്കെ നോക്കിയിരിക്കുകയാണ്. ക്രോസ് റോഡ് എത്തി. ക്രോസ് റോഡിലെ മനോഹരമായ വിഷ്വൽസാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടില്ലേ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ക്രോസ് റോഡിൽ ഇതാ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഇതാണ് ക്രോസ് റോഡിലെ കാഴ്ച. അടിപൊളിയാണ്, അടിപൊളിയാണ് അല്ലേ. ചേച്ചിക്കുട്ട ചക്കരമുത്തേ ഞണ്ട് നീ കണ്ടോ? അങ്ങനെ നമ്മളിതോ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ആ ചേച്ചിക്കുട്ട, ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ നമ്മൾ ലൈൻ നിൽക്കണം. അപ്പോൾ അവർ നമ്മുടെ പേര് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ ഒരു ബാഡ്ജുണ്ട്, ക്രോസ് റോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ബാഡ്ജ് വെച്ച് നോക്കിയാണ് അവർ അവിടെ നമ്മളെ എൻട്രൻസിലേക്ക് കയറ്റുന്നത്. മറീന ബൈ ക്രോസ് റോഡ്സ്. നമ്മളിപ്പം ക്രോസ് റോഡിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇതാണ് ക്രോസ് റോഡിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് നമ്മൾ ബീച്ച് സൈഡിലോട്ട് പോകാണ്. ഇത് മറീന ക്രോസ് റോഡ്. അടിപൊളി വിഷ്വൽസ് ആണ് അല്ലേ മെയിൻ എൻട്രൻസിൽ. സൂപ്പറാണ് കേട്ടോ. ഇവിടുത്തെ ഇൻറ്റീരിയർ ഒക്കെ അടിപൊളിയാണ് കാണാൻ. ഒരു പച്ചപ്പ് ഹരിതാപം സെറ്റപ്പാണ്. ജിച്ചു 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 ഹായ്. ജിച്ചു നല്ല ഹലോ ഹലോ. ആ രിച്ചിക്കുട്ടന് പോള വണ്ടി വന്നിട്ടുണ്ട്. രിച്ചിക്കുട്ടൻ എല്ലാവരും കൂടെ ബ്രംബ്രും വണ്ടിയിൽ പൊക്കോട്ടിരിക്കുകയാണ്. രിച്ചു ഹായ് ഹായ്. അടിപൊളി വിഷ്വൽസൊക്കെ കാണാം. ഇവിടെ ബാറൊക്കെ ഉണ്ട് കേട്ടോ. ബാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ പറയണ പോലെ നൈറ്റ് ക്ലബിൻ്റെയൊക്കെ മെയിൻ സംഭവമാണ് ക്രോസ് റോഡ് മാൽദീവ്സിൽ. കണ്ടാൽ സെറ്റിട്ടതുപോലെ ഇരിക്കും, അത്രയ്ക്ക് അടിപൊളിയാണ്. ശ്രീ എങ്ങനെയുണ്ട് മോനെ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബീച്ച് ക്ലബിൻ്റെ അടുത്ത്. അവിടെ എത്തിയിട്ട് വേണം നമുക്ക് ഡേ ട്രിപ്പിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നൊക്കെ നോക്കാനായിട്ട്. രിച്ചിക്കുട്ടൻ ബീച്ച് ക്ലബിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ ബുക്കിംഗ് ഓഫീസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് ബീച്ച് ക്ലബ്ബ് പൂൾ ആക്സസ് ഒക്കെ ചേർത്തിട്ട് $25 വരുന്നത്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഇവിടുത്തെ QR കോഡൊക്കെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് നമുക്കത് ബീച്ചിലേക്ക് $25 പാക്കേജ് എടുത്തു. എനിക്ക് വർക്ക് പെർമിറ്റ് ഉള്ളതുകൊണ്ട് 15, ശ്രീക്ക് $25. അങ്ങനെ അതാ മോന് നമ്മളൊക്കെ സ്വിമ്മിംഗ് പൂളും സായി ലഗൂണിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇത് അടിപൊളിയാണ് കേട്ടോ സായി ലഗൂൺ ബീച്ച്. ഓ എന്ത് മോനെ, നമ്മളിതാ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ പോലെ $25 അവിടെ പേ ചെയ്തു ഒരാൾക്ക്. എനിക്ക് 15 ആയിട്ടുള്ളൂ. ലോക്കറിന് ഒരു $5 കൊടുക്കണം നമ്മൾ. നമുക്ക് റിഫീൽ വേണമെങ്കിലും പേ ചെയ്യാം. ഇതാണ് ലോക്കർ ഫെസിലിറ്റി. അവരൊരു വാച്ച് പോലെ തരും. ശ്രീയാണ് ലോക്കർ എടുത്തത്. പക്ഷെ അടിപൊളി നല്ല ക്ലീനാണ് കേട്ടോ. സായി ലഗൂൺ
വർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അടിപൊളിയാണ്. നമുക്കിനി ബാക്കി വിഷയങ്ങൾ പോകുമ്പോൾ കാണാം. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ശ്രീയും മോനും അപ്പുറത്ത് ലേഡീസിൻ്റെ ഇതിൽ ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. അവർക്ക് അവിടെയാണ് ലോക്കർ നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. കൂടാതെ നമ്മൾ ഒരു $15 കൊടുക്കണം. അത് ലോക്കറിൽ നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ ആ പൈസ റീഫണ്ട്. ലോക്കർ ചേഞ്ചിങ് റൂമൊക്കെ അടിപൊളിയാണ്, നല്ല ക്ലീൻ. ഇതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വാഷ്റൂം തന്നെ റോയൽ സെറ്റപ്പാണ് പറയാതിരിക്കുന്നത്. റിസോർട്ടുകളുടെ ഒരു സ്റ്റൈൽ ഇതാണ് എന്നുള്ളതാണ് മാൽദീവ്സിൽ. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും സായി ലഗൂൺ ഡേ വിസിറ്റ്. നമ്മൾ സായി ലഗൂണിൽ അവിടുത്തെ പാസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ റിച്ചും ശ്രീയും ഒക്കെ നമ്മൾ ബീച്ച് സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് ബീച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് കിഡ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാക്കേജിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കവറാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് CMF/Nothing Pro 2 എന്ന് പറയുന്ന ഫോണിലാണ് ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് 1-2 ഫസ്റ്റത്തെ ഇനിഷ്യൽ ക്ലിപ്പുകൾ മാത്രം ഞാൻ ഐഫോണിൽ നിന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇടാം. ബട്ട് ഓൾമോസ്റ്റ് ഈ സംസാരിക്കുന്ന വിഷ്വൽ ഉൾപ്പെടെ CMF/Nothing Pro 2 നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ട് ഇതിൻ്റെ ക്യാമറ വൈസ് എല്ലാം നോക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്താ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടുത്തെ ഒരു ആംബിയൻസ്, ലൈവ് DJ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ബാക്കിൽ കാണുന്ന പോലെ ഒരു അടിപൊളി ലക്ഷറിയസ് ആംബിയൻസ് തന്നെയാണ് സായി ലഗൂണിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ വൈബല്ലേ. മാൽദീവ്സിൻ്റെ വ്യൂ എന്ന് പറയുന്ന ഇതാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ബാക്കി നമ്മൾ ബീച്ചിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയിട്ട് ഇറങ്ങി. ശ്രീയും മോനും അവിടെ ഉണ്ട്, ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മൊത്തം നനഞ്ഞൊരു പരിവായി. അപ്പോൾ റിച്ച് കൂട്ടാനും കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിലും സ്വിമ്മിംഗ് പൂളിലും ഒക്കെ ആയിട്ട് ചിലവാക്കി. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും ശ്രീക്ക് ഊഞ്ഞാലാണോന്ന് കുറേ നേരമായിട്ട് പറയണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഓക്കെ. ശംഖ് ഒക്കെ കിട്ടും കേട്ടോ. അതാ കണ്ട റിച്ച് കൂട്ടാ. ഇതാ റിച്ചു ഇതാ. ഹായ് ഹായ് ഹായ്. ഹായ് റിച്ചു. എന്തോന്ന് ഒരു ഗെയിം ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീത ഗെയിമിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. ഫാമിലിക്കുള്ള ഗെയിംസാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അങ്ങനെ ഞങ്ങളുണ്ടാക്കിയ വീടാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. ഇതാ മോൻ ഇവിടെ വൻപണിയിലാണ്. ധാരിച്ചുകുട്ടൻ. ഈ വീട് നല്ല ഗെയിമായിരുന്നു. ഏയ് ധാരിച്ചുകുട്ടി ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ടിന് അവർക്ക് ഏത് പ്രൈസ്? 3rd പ്രൈസ് അവർക്കാണ് കിട്ടിയിട്ടുള്ള ഗായ്സ്. നമുക്ക് എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. ഇത്രയൊക്കെ കളിച്ചു വെച്ച സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി. ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ പറയുന്ന കാസിലുകളെല്ലാം തന്നെ ഉണ്ടാക്കിയിരുന്നു. അവരാണ് വിന്നർ അല്ലേ? അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. അവർക്ക് 2 പേർക്കും പ്രൈസ് കൊടുത്തു. നമുക്കിനി പ്രൈസ് ഇല്ലേന്ന് അറിഞ്ഞൂടാ. നമുക്കറിയില്ല, നോക്കാം. നമുക്ക് ജിജുകുട്ട നമുക്ക് പ്രൈസ് വല്ലതും ഉണ്ടാടാ. ജിജു നമുക്ക് പ്രൈസ് വരും. ജിജുകുട്ട മമ്പ മണിയിലാണ് ഗൈസ്. നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് ഉണ്ടായില്ലേ. നമുക്ക് നോക്കാം ഏതെങ്കിലും കിട്ടുമല്ലോ. നമ്മളാണ് ചാമ്പ്യൻസ് ആയിരിക്കുന്നത്. അങ്ങനെ മാതിച്ച് നമ്മൾ കപ്പടിച്ചിട്ടുണ്ട്. First one champion you are. Yeah, thank you bro. Thank you. Bye bye. Yeah, thank you. അങ്ങനെ മാതിച്ച് നമ്മൾ കപ്പടിച്ചു ഗൈസ്. അങ്ങനെ നമുക്ക് മാൽദീവ്സിൽ വന്നിട്ട് കപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഒരുപാട് ഹാപ്പിയായി. എന്തൊക്കെയാണ് ഓർക്കല്ലെന്ന് അറിയാൻ വയ്യ. റിച്ചുകുട്ട നമ്മൾ ജയിച്ചടാ. എല്ലാവർക്കും താങ്ക് യു ബ്രോ.
താങ്ക് യു ബ്രോ. അങ്ങനെ ശ്രീയുടെ ആർട്ടിന് നമുക്കിതാ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. മാൽദീവ്സിൽ വന്ന് നമ്മൾ റിസോർട്ടിൽ വന്ന് കപ്പടിച്ചിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു ബ്രോ. ബൈ ബൈ. See you. ടാറ്റ കൊടുക്കൂ. ടാറ്റ. ബൈ ബൈ. See you. ബൈ ബൈ. See you. Thank you. താങ്ക് യു. തിരിച്ചു. അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞതാ ബീച്ചിൽ നിന്ന് നേരെ കയറി ഗൈസ്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ ഇനിയിപ്പോൾ റെഡീം ചെയ്യണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ ബിസി. നമ്മൾ ബീച്ചിലെ ഇതൊക്കെ കഴിഞ്ഞതാ ഗൈസ്. നമ്മൾ ഇരിച്ചുകുട്ടനൊക്കെ വന്ന് ഷവർ എടുത്തിട്ട് നമ്മൾ എന്തായാലും ഗിഫ്റ്റ് കിട്ടിയ വൗച്ചറൊക്കെ ഒന്ന് റെഡീം ചെയ്യട്ടെ. എന്തായാലും ശ്രീ യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ നമ്മളിനിപ്പോൾ ബിവറേജൊക്കെ ഒന്ന് റെഡീം ചെയ്യട്ടെ. എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ. ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പോയി ആ പൂളിൽ നിന്ന് നേരെ പൂളിൽ പറയും പോലെ ബീച്ചിൽ നിന്ന് നേരെ പൂളിലെത്തി. അടിപൊളി പൂൾ. ഇച്ചുകുട്ടനും മോനും നല്ല ഹാപ്പിയാണ്. അതാണ് എൻ്റെ ഇച്ചുകുട്ടൻ. ആ ബോൾ എവിടെ പോയി? ഇച്ചുകുട്ട ബോൾ എവിടെ പോയി? പോവാമോ വിശക്കുന്ന? പോവാമോ? അങ്ങനെ ഇതാണ് ഇവിടുത്തെ സായി ലഗൂണിലെ നൈറ്റ് വൈബ്. പൊളിയാണ്. ഞങ്ങൾ സ്വിമ്മിങ് പൂളൊക്കെ കഴിഞ്ഞതാ നമ്മൾ പോകാൻ ഡ്രസ്സ്. ഞങ്ങൾ ചിക്കൻ ടിക്ക പിസ്സ ഗിഫ്റ്റിന് റെഡീം ചെയ്യാൻ വന്നേക്കാണ് കേസ്. ഇതാണ് നമ്മുടെ സോഫ്റ്റ് ബിവറേജസും ഫുഡിൻ്റെയൊക്കെ ഏരിയ. നമ്മളിവിടുന്ന് പർച്ചേസ് ചെയ്ത് അവിടെ ഒരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ കഴിക്കും. ശ്രീമോനും ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ വന്ന് അങ്ങനെ സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞതാ. ഞാൻ പറഞ്ഞില്ല നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കൂപ്പണെല്ലാം റെഡീം ചെയ്യാൻ വന്ന് ജ്യൂസൊക്കെ കുടിച്ചതാ. ഓടി കളിക്കുകയാണ് അവിടെ കിടന്ന്. കാരണം ഇതാണ് അവൻ്റെ സ്ഥിരം പരിപാടി. തീരെ നമ്മൾ പിടിച്ചു വയ്ക്കാനും പാടില്ലല്ലോ. അവൻ്റെ ഫ്രീഡത്തിനൊത്ത് അവൻ അടിച്ച് പൊളിക്കണമല്ലോ നമ്മൾ. അങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 8:30 ബോട്ടിന് അങ്ങ് തിരിച്ച് റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷം. സായി ലഗൂൺ മാൽദീവ്സ് ക്രോസ് റോഡ്. ഇങ്ങനെ ഞങ്ങൾ ജയിച്ച കൂപ്പണൊക്കെ നല്ല അടിപൊളിയായിട്ട് കുശാലായിട്ട് റെഡീം ചെയ്തു ഗൈസ്. ചുമ്മാ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം. അപ്പം നമ്മൾ സായി ലഗൂൺ ബൈ ബൈ പറയുവാണ്. നല്ല അടിപൊളി നൈറ്റ് ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങളിതേ പാക്ക് ചെയ്തൊക്കെ ഇറങ്ങിയതാ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമ്മളെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകും. റിസോർട്ടിൽ നിന്നുള്ള എൻട്രൻസ് വഴിയാണ്. അതിമനോഹരമാണ് കാണാൻ. കണ്ടോ, അടിപൊളിയാണ്. ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകൾ, അതുപോലെ തന്നെ സ്പാ സെൻറ്ററുകൾ. ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ഇങ്ങനെ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താ നമ്മൾ എക്സിറ്റിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇതാ അവിടെ ലൈനിൽ ഇതാ ഞാനും ശ്രീ മോനും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലൈനായി. ഇപ്പോൾ 8:30 ബോട്ട്. നമ്മൾ ക്യൂ ആയി അവിടെ നമ്മളിതാ പോവുകയാണ്. അപ്പോൾ ക്രോസ് റോഡ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി വിസിറ്റും ആയിരിക്കും എന്നുള്ളത്. ശ്രീ എങ്ങനെ ഉണ്ടായിരുന്നു സായി ലഗൂൺ ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പോൾ എന്താ നമ്മളിതേ ബോട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നൈറ്റ് അടിപൊളിയാണ് കേട്ടോ. ബോട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. ടാറ്റ കൊടുക്ക് സായി ലഗൂണിന്. ടാറ്റ കൊടുക്ക്. നമ്മളെ ബോട്ട് അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ ബോട്ട് ഇതാ വെയിറ്റിംഗ് ആണ്. നമ്മളിതാ പോകാൻ പോവുക. പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് പോണ. ഫ്ലൈറ്റൊക്കെ കാണാം നമുക്ക്. ഈ കടലിൽ നമ്മൾ ഉച്ചയ്ക്ക് കണ്ട പാലമാണ്. ഇപ്പോൾ അടിപൊളിയായില്ലേ ലൈറ്റൊക്കെ കൊണ്ട്. പാലത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ. പാലത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് പോയി. മാലൈ ഫെറിയിൽ വന്നു. അപ്പോൾ ഇതാണ് സായി ലഗൂണിലെ യാത്ര. അങ്ങനെ നമ്മൾ ബൈ ബൈ പറയുകയാണ്. നമ്മൾ തിരിച്ച് കയറിയ ഫെറിയിൽ തന്നെ വന്നിറങ്ങി. ഇനി ഇവിടുന്ന് നമ്മളൊരു ടാക്സി
ആവാസ് വഴി. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾ നല്ല ടയേർഡാണ്, പോയി കിടന്ന് ഉറങ്ങണം. നമ്മൾ മാപ്പുഷി ബോട്ടിൽ കയറി ധൃതിയിലായതുകൊണ്ട് ഫ്രണ്ടിലെ ബോട്ട് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാട്ടർ സ്പോർട്സ് ചെയ്യാൻ വേണ്ടിയാണ് പോണത്. രാവിലെ വളരെ ധൃതിപ്പെട്ടാണ് എത്തിയത്. 7:30 നമ്മളിവിടെ എത്തി. അപ്പോൾ നമ്മൾ ബോട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂറിൽ മാപ്പുഷി എത്തും. വാട്ടർ സ്പോർട്സിന് പേര് കേട്ട ഇടമാണ് മാപ്പുഷി. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദിവസം കാണാൻ പോകുന്നത്. ഓക്കെയാണ് നമ്മുടെ മാലിയിലുള്ള പള്ളി. അപ്പോൾ ഇതെല്ലാം പാസ് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാപ്പുഷി പോകണം. മിമ്മി കാണാൻ ആരെ കാണാൻ പോണത്? മിമ്മി അല്ലേ? മിമ്മി കാണാൻ പോണത്. മാപ്പുഷി പോകണം. ആരെ കാണാൻ? മിമ്മി. നമ്മൾ പാലം ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹൈഫൈ കാണിക്കണം. ഇങ്ങനെ ഹൈഫൈ ഹൈഫൈ ഹൈഫൈ. ആ ആ ചെപ്പോട്ടണ എങ്ങനെ? ഹൈഫൈ. മാപ്പുഷിയിലെത്തി ഗൈസ്. മാപ്പുഷിയിലെത്തുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് റിസോർട്ടിനേക്കാളും കെട്ടിടങ്ങൾ ഒരുപാട് മാപ്പുഷിയിലുണ്ട്. അതുകൊണ്ട് തന്നെ മാൽദീവ്സിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ മാപ്പുഷിയിൽ തന്നെ വരണം. കാരണം ആ ടോപ്പിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് വിസ്മയങ്ങളിൽ ഒന്ന് തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. ബോട്ട് ഇതാ വളഞ്ഞ് നമ്മൾ ആ എൻട്രിയിലോട്ട് കയറുകയാണ്. നമ്മൾ മാപ്പുഷിയിലോട്ട് എത്തുന്നു ഗൈസ്. നമ്മൾ മാപ്പുഷിയിലേക്ക് എത്തുകയാണ്. ഒരുപാട് അടിപൊളി സ്റ്റേക്കേഷൻസ് റിസോർട്ട് പോലത്തെ തന്നെ വെല്ലുന്ന രീതിയിൽ മാഫുഷി നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇറങ്ങാൻ ശ്രീത ഇങ്ങനെ എല്ലാം അന്തം വിട്ട് പിരിച്ചഴിയുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളെ ബോട്ടിൽ നമ്മളൊരു ബഗിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രിച്ചു നോക്ക് ബഗി. ഇത് നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ ഈ ബഗിയിൽ. ഇതോ എല്ലാവരും നമ്മളെ തന്നെ നോക്കി ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പോകുന്ന കണ്ടിട്ട് അതൊരു വെറൈറ്റി അനുഭവമായിരുന്നു ബഗിയിൽ. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇരുന്ന് പോകുന്നത്. എന്തോ പി പി ഇത് കൊള്ളാം ഗൈസ്. പി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും നമ്മളെ തന്നെ നോക്കുന്നുണ്ട് ഗൈസ്. എന്തോ പി തത്തമ്മ. ഷൂടെയാണ് നമ്മളെ ടൂറെല്ലാം ഹോസ്റ്റ് ചെയ്യുന്ന രാഹുൽ ബ്രോയാണ് മാപ്പുഷിയിലെ. നമുക്ക് ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ തന്നു. നമ്മളത് കുടിച്ചിട്ട് നേരെ നമ്മൾ ആക്ടിവിറ്റീസിലോട്ട് പോകും. ഇത് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്നത് ശ്രീ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. രിച്ചുകുട്ടൻ രിച്ചു രിച്ചുകുട്ടൻ ഇവിടെയൊക്കെ നടക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മളെ രാഹുൽ ബ്രോ ടൂർ ഓർഗനൈസ് ചെയ്യുന്നത്. രാഹുൽ ബ്രോ നമുക്ക് ടൂർ ഓർഗനൈസ് ചെയ്ത് തരുന്നത്. രിച്ചുകുട്ടൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കും. ശ്രീയുടെ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആവുകയാണ് ശ്രീ. രിച്ചു ഡാൻസ് കളിക്കുന്നു. നമ്മളപ്പോൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉടനെ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് പോകും. ഞാൻ ഇറങ്ങണ്ടെന്നാണ് വിചാരിച്ചത്. ലാസ്റ്റ് ഇറങ്ങേണ്ട അവസ്ഥയായി. ശ്രീ മാത്രം വാട്ടർ സ്പോർട്സ് എൻജോയ് ചെയ്താൽ മതി എന്നാണ് വിചാരിച്ചത്. നോക്കാം. നമ്മളിതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ റെഡി ആയി ശ്രീ ജാക്കറ്റൊക്കെ ഇട്ട് ഞാൻ വാട്ടർ സ്പോർട്സ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അവസാനം പിന്നെ വാട്ടർ സ്പോർട്സ് ചെയ്യാനുള്ള ഒരു ലെവലിലാക്കി നമ്മൾ പോകാൻ
ഷിപ്പ് പോണോണ്ട നമ്മൾ ഉടനെ തന്നെ പോവും. ശ്രീ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ശ്രീ റെഡിയായി ഓൾറെഡി. ശ്രീ റെഡി ആയതോടെ നിൽക്കുകയാണ് ഗൈസ്. എല്ലാം സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉടനെ പോകും. ശ്രീ അവിടെ റെഡി ആയി നിൽപ്പുണ്ട്. നമ്മൾ ഉടനെ പോകുന്നതാണ്. എന്തോ അയ്യോ എല്ലാം സെറ്റായി. ഇതാ നീന്താനായിട്ട് ആൾ റെഡി ആയിരിപ്പുണ്ട്. ഉച്ചക്കിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുകയാണ്. മോനുള്ള കുറുക്കെല്ലാം കാച്ചിക്കൊണ്ടാണ് വന്നത്. കുറുക്ക് കുടിക്കുന്നില്ല. മൊത്തം ഈ പൂച്ചയൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ ഇതാണ് മാഫുഷി ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഉടനെ തന്നെ നമ്മളിവിടുന്ന് പുറപ്പെടും. ഏകദേശം ഇപ്പം മണി 9:15 പോവുകയാണ്. നമുക്ക് ഒരു ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ രാഹുൽ ബ്രോ നമുക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഇതിലിട്ടേണ്ട സമയം നാട്ടിലെ സമയമാണ് കേട്ടോ, 9:40. ഇവിടുത്തെ ടൈം ഹാഫ് അവർ പിറകിലോട്ടാണ് മാലദ്വീപ്സിൽ. അപ്പോൾ ഇപ്പോൾ 9:15 അപ്പോൾ നമ്മൾ ഉടനെ അങ്ങോട്ടേക്ക് പോകും. നമ്മളെ ജാക്കറ്റും കാര്യങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ്. പൂച്ച പൂച്ച മോനെ പൂച്ച. നമ്മളിതാ പോകാൻ പോവാണ് ഗൈസ്. ഷാർക്കൊക്കെ ഉള്ള പോയിന്റിലോട്ടാണ് പോണത്. ഞാനും രിച്ചിക്കുട്ടനും നമ്മൾ ചാറ്റോട് മോനെ പോയിട്ട് വരാം. പോവാണ് ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മളിതാ ബോളിലോട്ട് കയറാൻ പോവുകയാണ്. ആരത്? അമ്മ. ഇവരൊക്കെയാണ് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇവരെല്ലാം ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പോയിന്റിൽ എത്തുമ്പോൾ ഇവർ നമ്മളല്ല രാജ്യത്തുള്ള പല ആൾക്കാരാണ് കൂടെ അതുപോലെ വിശേഷിച്ചാണ്. ഈ ട്രിപ്പിൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് ഒരു സാൻഡ് ബാങ്ക് അതിൻ്റെ നടക്കുന്ന ചെറിയ മണ്ണിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അവിടെ നമ്മൾ 20 മിനിറ്റ്സ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് സ്ട്രോങ്ങിലേക്ക് പോകുന്നത്. ചെറിച്ചുകൂട്ട് ഉറങ്ങിപ്പോയി. ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാത്ത ഭംഗിയായിരിക്കും. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ചെറിയ പൊട്ട് പോലെ കാണുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഐലൻഡുകളുടെ കൂട്ടത്തിൽ തന്നെ ഇതുപോലത്തെ കുഞ്ഞു സാൻഡ് ബാങ്കുകളുണ്ട്. ചെറിച്ചുകൂട്ട് ഉറങ്ങിപ്പോയി. പക്ഷേ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. നമ്മുടെ ബോട്ട് അവിടെ കിടക്കുവാണ്. ബോട്ടിൽ നിന്ന് നമ്മൾ ചൂട്ട് ടവലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോയത്. ലിജിക്കുട്ട അറിയുന്നേ ഇല്ല നമ്മളിവിടെ വന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് നമുക്ക് വെള്ളത്തിലൊന്നും ഇറക്കാൻ പറ്റത്തില്ല ലിച്ചുവിനെ. സാൻഡ് ബാങ്കിൽ നമ്മളിതാ പുറപ്പെടുകയാണ് ഗൈസ്. ഷാർക്കാ? All of us go. We'll go down together. ശ്രീയാനിടയ്ക്ക് കയറി ഒന്ന് വീണു. ഷാർക്കിനെ പേടിച്ച് തിരിച്ചു വന്ന് അവര് വീണ്ടും അത് ബാക്കപ്പ് ചെയ്ത് വേറെ സൈഡിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ശ്രീ അവിടെ ശ്രീയുടെ ഷൂട്ട് നടക്കുകയാണ്. ഷാർക്കിനുള്ള ഫുഡാണ് ഇവരിട്ട് കൊടുക്കുന്നത്. അതായിപ്പോലെ എല്ലാവരും കൈയടിച്ചാണ് ശ്രീയെ സ്വീകരിച്ചത്. ഫസ്റ്റ് പോയി വിജയകരമായി പൂർത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. മോനുൾപ്പെടെ എല്ലാവരും
കൈയടിച്ചാണ് ഇതാ കൊണ്ടുവന്നത്. ഷാർക്കിനെ ഇങ്ങനെ കാണാറുണ്ട്. ഷാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ശ്രീത നീന്താൻ പോവുകയാണ്. സ്നോർക്കലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കിതാ ബിരിയാണി അല്ല ഫ്രൈഡ് റൈസാണ്. ഉറങ്ങി ഇവിടെ അവർ ഗുൽഹി ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ബോട്ട് പാർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ആപ്പിൾ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിഞ്ഞിട്ട് ഗുൽഹി ഐലൻഡിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തയ്യാറായി ഇനി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ നല്ല വേറൊരു അറ്റ്മോസ്ഫിയർ പോലെയാണ് തോന്നുന്നത് വന്നിട്ട്. ഇതാ റിച്ചിക്കുട്ടയുടെ കൊണ്ട് ഇതാണ് ബീച്ച്. അടിപൊളി വ്യൂ ആണ് ഇതിനകത്തെന്ന് വരുമ്പോൾ. ശ്രീത പോവാണ് ബീച്ചിലോട്ട്. ഗുൽഹി ഐലൻഡ് വിസിറ്റ് എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ചടുത്ത ഒരു സ്നോർക്കലിംഗ് പോയിന്റിലോട്ട് പോവുകയാണ്. അപ്പോൾ റിച്ചുകൂട്ടന് ശ്രീ അവിടെ നിൽക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നനഞ്ഞ തുണിയിൽ ഇതുപോലെ നിങ്ങളൊരു കവർ കയ്യിൽ വെച്ചിരുന്നാൽ ഈസി ആയിരിക്കും യൂസ് ചെയ്യാൻ. ഒരു ക്ലോത്ത് കവറായാലും മതി. ഇതാണ് ഗുൽഹി ഐലൻഡ്. ഇവിടെ അറൈവൽ ബീച്ച് ആൻഡ് സ്പാ ഒരു സ്റ്റേക്കേഷൻ ഉണ്ട്. ഈദിൻ്റെ പരിപാടിയൊക്കെ നടന്നതായിട്ടാണ് ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ബോട്ടിലോട്ട് കയറുവാണ്. ഗുൽഹി ഐലൻഡ് ഇവിടെ നിന്നൊരു 20 മിനിറ്റ് ട്രാവലേ ഉള്ളൂ മാലയിലേക്ക് പോകാൻ. മാഫുഷിയൊക്കെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഐലൻഡിൻ്റെ പ്രത്യേകത. വൈകുന്നേരം ആയിരുന്നെങ്കിൽ ഈ പ്ലേ സ്റ്റേഷനൊക്കെ ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോൾ നല്ല വെയിലാണ്. ഒരു കണക്കിന് നല്ല വെയിലായതുകൊണ്ടാണ് സ്നോർക്കലിങ്ങും ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഡ്രോൺ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പുറകെ വരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് റിസോർട്ടുകളും ഒക്കെ ആയിട്ട്. കുട്ടനും ശ്രീന്ദ്ര ഇവിടെ ഇങ്ങനെ പോട്ടെ. സ്പീഡ് ബോട്ട് ഫുൾ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാ കണ്ടല്ലോ, അടിച്ച് കീറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ബൈ. ഷൂ ബൈ ബൈ. അപ്പോൾ നമ്മളിതാ മാഫുഷിയിലെ റൈഡൊക്കെ കഴിഞ്ഞിതാ തിരിച്ചെത്തി പടമായി പോവുകയാണ്. അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ ഈ ഡ്രോൺ വീഡിയോസ് എല്ലാം 8 മണിക്ക് വൈകിട്ട് വന്ന് കളക്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ വരുമ്പോഴാണെങ്കിലും ഡ്രോൺ വീഡിയോയ്ക്ക് $10 റുഫിയായിട്ടും പേ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. $15. അതിൻ്റെ വിഷ്വൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ട്രിപ്പ്. നല്ലോണം തളർന്ന് മട്ടമായിരിക്കുകയാണ് ഗൈസ്. അപ്പം ഓക്കെ ബൈ ബൈ. എന്തായാലും മാഫുഷി തന്നെയാണ് വാട്ടർ സ്പോർട്സിന് ബെസ്റ്റ് എന്നുള്ളതും നമുക്ക് കുറച്ച് റേറ്റും കുറവായിട്ടുള്ളത് മാഫുഷി തന്നെയാണ്. അതുമല്ല അടിപൊളിയാണ്. നല്ല സപ്പോർട്ടുള്ള ഒരു ടീമായിരുന്നു ഓഷ്യൻ ടൂറിസം ആൻഡ് ട്രാവൽസ്. രാഹുൽ ബ്രോയ്ക്കും ഒരു ആയിട്ടുള്ള ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ള ലിച്ചുകുട്ടൻ്റെ തത്ത. ലിച്ചു തത്ത എന്താ തത്ത വേണ്ട ലിച്ചു. രാഹുൽ ബ്രോ ലൈം ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കുടിച്ചിട്ട് ഇവിടെ ക്ഷീണമായിട്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഞാനും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം. ജെറ്റ് സ്കൈ ചെയ്യാൻ നമ്മളിതാ വന്നിരിക്കുന്നത് നാവിയോ റെസ്റ്റോറൻറ്റിലാണ് മാഫുഷിയിൽ. നല്ലൊരു ആംബിയൻസ് ആണ്. ഇതാ നിങ്ങൾ കാണാം, നല്ലൊരു ആംബിയൻസ് ആണ്. അതാ കഴിക്കാൻ വന്നിരിക്കുന്നതാ. റിച്ചുക്കുട്ട എവിടെ പോയി? റിച്ചു അതാ വരുന്നു. ഇങ്ങനെ
അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റ്, നല്ല ആംബിയൻസും ആണ്. കണ്ടില്ലേ, നമ്മൾ ഔട്ട് സൈഡാണ് തിരഞ്ഞെടുത്തത്, അതാണല്ലോ ഒരു വൈബും കിട്ടും ബീച്ചിൻ്റെ. ഞാൻ കഴിക്കാൻ പോണേ, ഞാൻ പാപ്പം കഴിക്കാൻ പോണേ. ശരി, ഇങ്ങോട്ട് വരാൻ. തത്തമ്മയെ കാണാൻ പോണോ? തത്തയെ കാണാൻ പോണോ? ഞങ്ങള് മാപ്പുശിന്ന് അങ്ങനെ നമ്മൾ മാപ്പുശി പോയിട്ട് തിരിച്ച് മാലയിലെത്തി. ഏകദേശം 8 മണിയോടുകൂടി. നല്ല തിരക്കാണ് ഇവിടെ. ഇതിൻ്റെയൊക്കെ അവധി ഇടുന്നതോടെ തീരുവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ഇനി ചെന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. പ്രസിഡന്റ് ഹൗസ് ഇതായതുകൊണ്ട് ലൈറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ ആ ടാക്സി ഉപയോഗിച്ച് ടാക്സി ബുക്ക് ചെയ്ത് നമ്മളതാ തിരിച്ച് റൂമിലോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അതേ ദോശ മിക്സ് വാങ്ങി, തക്കാളി ചട്നിയാണ് ഇന്ന് കുക്ക് ചെയ്ത്. നമ്മൾ എല്ലാ ദിവസവും നമ്മളിവിടെ റൂമിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കാം. വലിയൊരു എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നല്ല ഹോംലി ഫുഡ് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ശ്രീ രാവിലെ ദോശ പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോൻ വീട്ടിൽ വീഡിയോ ഒക്കെ കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതാ ഹുലിമാലയിൽ പോകാൻ പോവുകയാണ്. അതാ രിച്ചിക്കുട്ടനെ പതുക്കെ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. ടാക്സി പിടിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പ്രാവ് നമ്മൾ ടാക്സി എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് ടാക്സി ഇപ്പോൾ വരും. ഇത്രയും തൊട്ടടുത്ത് ഫ്ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ് മാലദ്വീപ്സ്. നമ്മളിപ്പോൾ ടാക്സിയിലാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ സിഗ്നലിൽ നിൽക്കുകയാണ്. ഇത് കടലിന് മുകളിലുള്ള ചൈന മാലദ്വീപ് സൗഹൃദ പാലമാണ്. ഇതാണ് ഫ്ലൈറ്റ്. ഇതോ നിങ്ങൾക്ക് കാണാം. മമ്മി അമ്മാമി നമ്മൾ ഹിമാലയ സെൻട്രൽ പാർക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ആവാസ റെയിൽ വഴിയാണ് ബുക്ക് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് എയർപോർട്ടിലേക്ക് പോകുന്ന സിഗ്നലാണ്. എയർപോർട്ടുകളെല്ലാം ഇത്രയും അടുത്ത് നമുക്ക് ഫ്ലൈറ്റുകളെല്ലാം കാണാൻ സാധിക്കും. അതിനിടയ്ക്ക് വെച്ച് നമ്മളൊരു പ്ലെയിൻ പോകുന്ന കണ്ട് കഴിച്ചതാ കണ്ട. കാരണം അത് സീ പ്ലെയിനാണ് കേട്ടോ, മാലദ്വീപ് എയർലൈൻസിൻ്റെ. ഇതൊക്കെ ഇത്രയും അടുത്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റുന്ന പാലം. മോനെ പ്ലെയിൻ ദോ പോണു മോനെ. അതാണ്ട ദോ പോണു. ദോ പ്ലെയിൻ താഴ്ന്നു പോണു കണ്ട. റൗണ്ടിലൊന്നും ഇരിക്കുന്നത്. പാലത്തിൻ്റെ ഈ സൈഡിൽ കാണുന്ന സോളാറാണ് കേട്ടോ. ഈ സൈഡ് ഫുള്ള് അടുത്ത പ്ലെയിൻ നമ്മളിതാ കണ്ടു. ഇത്രയും അടുത്താണ് നമ്മൾ കണ്ടത്. കണ്ട, ഇതൊക്കെ ഒരു കൗതുകമുള്ള കാഴ്ച. എല്ലാം വലിയ കെട്ടിടങ്ങളാണ് ഇവിടെ. അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഭയങ്കര ഗംഭീരമാണ്. കണ്ടോ, ഇവിടെ വരുമ്പോൾ നമുക്ക് മാലിയിൽ നിന്ന് ഭയങ്കര എന്തോന്ന് ഇത് പുലിമാല എത്തിയപ്പോൾ നമുക്ക് എന്തോന്നാണ് കാറ്റഴിച്ചു വിട്ട ബലൂണിൻ്റെ അവസ്ഥയുണ്ട്. ഭയങ്കര ഒരു സ്പേസും ബഹുനില കെട്ടിടങ്ങളും എല്ലാം കൊണ്ട് സമ്പന്നമാണ് പുലിമാല. ഇതാ പാർക്കൊക്കെ അതിഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റിച്ചുകുട്ടന് ഇപ്പോഴാണൊന്ന് ശ്വാസം വിട്ടത്. ഇത്രയും ദിവസം ലോക്കായി കിടന്നതാ. പുലിമാല ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ റൂമുകളെല്ലാം ഷെയർഡാണ്. അതായത് കോമൺ കിച്ചണും കോമൺ ഹാളും ആയിരിക്കും. 3 റൂം കാണും. ആ 3 റൂമിൽ 3 ഫാമിലി ആയിരിക്കും താമസിക്കണം. എന്നിരുന്നാലും സെപ്പറേറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ചാൻസ് കൂടുതലാണ്, കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പുലിമാലയിൽ മാല വെച്ച് നോക്കുമ്പോൾ റെൻറ്റും കമ്മിയാണ്, കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് എല്ലാ വീക്കെൻഡിലും വന്ന് സമാധാനമായിട്ടിരിക്കാം. ഇതൊരു കൃത്രിമ ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്. മാലയ്ക്ക് പാരലായിട്ട് ഗവൺമെൻറ് ഇവർ സെറ്റ് ചെയ്തെടുത്തതാണ് ഈ ഒരു പുലിമാല ഐലൻഡ്. പക്ഷേ ഇതാ മൊത്തത്തിലുള്ള വ്യൂ നോക്കുക, നല്ല ഓപ്പണാണ്. പിന്നിൽ കാണുന്ന ഒറീദോ സിമ്മിൻ്റെ ഓഫീസാണ്.
ഈ ഐലൻഡിൽ നിന്ന് നമ്മൾ ഉലുമാലയിൽ നിന്ന് മാലിയിൽ പോകണമെങ്കിൽ പാലം മുഖാന്തരമോ അല്ലെങ്കിൽ ബോട്ട് മുഖാന്തരമോ പോകാം. പാലം വഴിയാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടാക്സി എടുത്ത് പോകാം. ഇല്ലെങ്കിൽ ബസ്സുകളുണ്ട്. ബസ്സിൽ 15 റുപ്യാണ് ഇവിടുന്ന് മാല. നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ബസ് ടെർമിനലിൽ പോയി അതിൻ്റെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടുന്ന് മാലയിൽ പോവുക എന്നും പോയി വരുന്ന പാടാണ്. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇറ്റ്സ് ഒരു ഗുഡ് പ്ലേസ്. ദാ ഇച്ചുക്കുട്ടൻ്റെ സന്തോഷം തന്നെ കാണാം. ഇപ്പോഴാണ് അവൻ ഹാപ്പി. കണ്ട ഹെലികോപ്റ്റർ പോണ കണ്ട മോനെ. അങ്ങനെ നമ്മൾ ആ കരിക്കൊക്കെ കുടിക്കാൻ വേണ്ടി വന്നു. ഉലുമാലയൊക്കെ കറങ്ങിയതിന് ശേഷം ഞങ്ങളിവിടെ ഒരു കടയിൽ കുറച്ച് ദൂരം നടന്നു വന്നു. കാരണം ഉലുമാല മാലയെ പോലെ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദൂരം വന്ന് ഇവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഉലുമാലയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ തിരിച്ചൊരു ടാക്സി പിടിച്ച് പോകാൻ പോവുക. ഇവിടെ നിന്ന് ഒരു കരിക്കൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. ഉച്ചക്കുട്ടൻ കരിക്ക് കുറച്ചേ കുടിച്ചോളൂ. ഇവിടെ നമ്മളിതാ തിരിച്ച് ഒരു ടാക്സി പിടിച്ച് പോകാൻ പോവുകയാണ് ഉലുമാലയിൽ നിന്ന് മാലയിലോട്ട്. സെൻട്രൽ പാർക്ക് നല്ലൊരു വിസിറ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ മാൽദീവ്സ് വരികയാണെങ്കിൽ ഉലുമാല ഉറപ്പായിട്ടും. നമ്മൾ ബ്രഞ്ച് ഹൗസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഉലുമാലയിലുള്ള ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. അവിടെ വെച്ചുകൂട്ടം ഉറങ്ങാറായതുകൊണ്ട് നമ്മളിവിടെ വന്നു മസാല ദോശയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പൊതുവേ നല്ല ഫുഡാണ് ഇവിടെ. ഉലുമാല വരുമ്പോൾ ബ്രഞ്ച് ഹൗസ്, നമ്മൾ ആവാസ് ആപ്പ് ടാക്സി ആപ്പിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലവും ബ്രഞ്ച് ഹൗസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ കടയിലെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. നല്ല ഉടനെ മസാല ദോശ എത്തി. റിച്ചിപ്പൊന്നിൻ്റെ മസാല ദോശ എത്തിയിട്ടുണ്ടേ. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഉലുമാലയിൽ വന്നിട്ട് നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആവാസ് റൈഡിൽ ബുക്ക് ചെയ്ത് എവിടെ പോകണം? ബ്രഞ്ച് ഹൗസിൽ പോകണം. ഒറിജിനൽ പോവാം, പോയിട്ട് വരാം നമുക്ക്. ഇതാണ് നമ്മുടെ സുൽത്താൻ പാർക്കിന് തൊട്ടടുത്തായിട്ടുള്ള ഷഹീദ് ഹുസൈൻ അദാം ബിൽഡിംഗ്. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഇന്ന് നടക്കാൻ വരാറ്. അങ്ങനെ അവിടെ ശ്രീയും മോനെയും കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ നടക്കാൻ വരുമ്പോൾ ഈ ഒരു ഓർമ്മകൾ എനിക്ക് കൂട്ടായി എപ്പോഴും കാണും. അവരെന്തായാലും നാട്ടിൽ പോവുകയല്ലേ തിരിച്ച്. ഞാൻ ഇവിടെ നടക്കുമ്പോഴാണ് അവരെ വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ പാർക്കിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇവിടെയാണ് ഞാൻ സ്ഥിരം നടക്കാറ് ഈ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുകയാണ് ഇപ്പം. എന്തോ ടിച്ചു അമ്പാട്ടി പോവാം. അപ്പോൾ നമ്മളതാ ഇവിടുന്ന് നേരെ പാർക്കിലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ ഇതാണ് സുൽത്താൻ പാർക്ക്. അടിപൊളിയാണ് കേട്ടോ. മാലൈ സിറ്റി നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഒരു ദിവസം നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ സുൽത്താൻ പാർക്ക് കുട്ടികളുമായിട്ട് വരുന്നവർക്കും മുതിർന്നവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ്. ബേബി പാവം. അപ്പോൾ അതുകൊണ്ടാണ് 10 ദിവസത്തേക്കുള്ള ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത്. കാരണം അവർക്കൊരു മുഷിവ് വരാൻ പാടില്ലല്ലോ. ഒരു 4-5 ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ മാൽദീവ്സ്. നല്ല ഉറക്കവും വരുന്നുണ്ട്. മണി ഒരു 9:15 ഇവിടെ. അപ്പോൾ നാട്ടിൽ 9:45. അപ്പോൾ നമ്മൾ പതുക്കെ പോവാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം മാൽദീവ്സ് കാണാൻ വരുന്നൊരു റിസോർട്ട് പാക്കേജ് എടുത്തിട്ടാണെങ്കിലും 2-3 ദിവസം കൊണ്ട് വന്നിട്ട് പോകാമെന്നുള്ളേ ഉള്ളൂ. ഇല്ലെങ്കിൽ മാഫുഷി വിസിറ്റ് ചെയ്താലും മതി. ഒരു ഡേ വിസിറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും. അപ്പം ബഡ്ജറ്റും കമ്മിയിൽ ഒതുങ്ങും. ഫുഡ് കഴിക്കാൻ ബനാന ലീഫ് എന്ന് പറയുന്ന ഒരു കടയിലാണ് വന്നത്. അടിപൊളിയാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. ഇതാ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് മാലയെ വരുവാണെങ്കിൽ ബനാന ലൈഫിൽ നിന്ന് കഴിക്കണം കേട്ടോ. നല്ല സാമ്പാർ പൂരി സെറ്റ് എല്ലാം ഉണ്ട്. നല്ല ആംബിയൻസ് ആണ്. ഇതാ മെയിൻ റോഡിനടുത്ത ഷോപ്പിൻ്റെ പേര് മറക്കണ്ട. ബനാന എല്ലാവർക്കും ഹായ് കൊടുക്കുമ്പോൾ വിളിക്കണത് മമ്മി വിളിക്കണം. മമ്മി പട്ടാണോ വേണ്ട ഇതൊക്കെ ഹായ്. സൂപ്പർ നമ്മൾ
നമ്മളങ്ങനെ എത്തി. നമ്മൾ മോന്ത ഈ കളറൊക്കെ കണ്ടിട്ടില്ല അന്നപ്പെട്ടിരിക്കുന്നു. അവർ നമ്മളെ റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാഫെല്ലാം വന്നിട്ടുണ്ട് നമ്മളെ റിസീവ് ചെയ്യാൻ. അപ്പോൾ നമ്മളതാ പോവുകയാണ്. അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ നമ്മളിതാ യാത്ര മാൽഡീവ്സാണ്. ഇത് ഹോസ്റ്റൽ. ട്രൈറ്റൻ സ്പായിലെത്തിയുണ്ട്. നമ്മളിതാ ട്രൈഡനിലെത്തി. വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചതാ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. അടിപൊളി വെൽക്കം കുടിച്ച് കാലിയാക്കി നമ്മളിതാ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. സുധൻ ബ്രോയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ റൂം. ലിഫ്റ്റിൽ നിന്ന് നേരെ നമ്മളിതാ റൂമിലോട്ട് എത്തി. CB റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചിച്ചിക്കുട്ടാ അതോ ഇമാമി. മമ്മി ഹായ് മമ്മി നോക്കി. ഇതോ പോയി നോക്കി. നോക്കുമോനെ. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, അടിപൊളി റൂമാണ് കേട്ടോ. ട്രൈറ്റൻ പ്രസ്റ്റീജ് സീ വ്യൂ റിസോർട്ട് സ്പായിലാണ് നമ്മളുള്ളത്. മാഫുഷിയിലാണ്. അടിപൊളിയാണ്. ട്രൈറ്റൻ ഗ്രൂപ്പിൻ്റെ തന്നെ അവരുടെ ഒരുപാട് വെറൈറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതെന്ന് നമ്മൾ എടുത്ത് പറയേണ്ടി വരും. കാരണം അത്രയും അടിപൊളിയായിട്ട് അവരിവിടെ ചെയ്തിട്ടുണ്ട്. യാത്രാ മാൽദീവ്സാണ് നമ്മളെ ഇതിന് ഹെൽപ്പ് ചെയ്തത്. അതിന് എസ്പെഷ്യലി അവരോടൊരു വലിയ താങ്ക്സ് ഞാൻ പറയുവാണ്, മാഡത്തിനോടും ഒക്കെ. അപ്പോൾ നല്ലൊരു അടിപൊളി റൂമാണ് കേട്ടോ. നമുക്ക് വന്ന് നല്ല സ്മൂത്ത് ചെക്കിനായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ അതാ റിച്ചുകുട്ടന് നല്ല ഹാപ്പിയാണ്. നമ്മളെ ഈ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തൊട്ടമ്പറന്താ ഈ കടലാണ്. ഈ വ്യൂ അടിപൊളി. അപ്പാത്തി താത്തേ എന്തോ അപ്പൊ നമ്മള് ഇതാണ് അമ്മ മോന്റെ ഡാൻസ് കഴിഞ്ഞ് ബാത്റൂമിന്റെ കയ്യില് ട്രൈറ്റന്റെ ലോഗോ ഒക്കെ വെച്ച് മനോഹരമായിട്ട് ടവലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞുണ്ട് നല്ല അടിപൊളി ബാത്റൂമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബാത്റൂം വീഡിയോ ടൂർ. അയ്യോ രിച്ചു. ഇതാണ് നമ്മളെ മനോഹരമായ ട്രൈറ്റൻ പ്രസ്റ്റീജിലെ റൂം. CB റൂമാണ്. അടിപൊളിയായിരുന്നു. ഞാൻ പറയുന്നുണ്ട്. ലൈറ്റ് എവിടെ റീൽസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട്. ഇതാ ഈ റൂമിൽ വന്നപ്പോ എല്ലാരും ചില്ലായി വൈബൈ. ഓ റിച്ചു ഒക്കെ ഫുൾ ഹാപ്പി മൂഡാണ്. റിച്ചു കുറച്ച് ദിവസം അതാണ് നമ്മൾ കുറച്ച് ദിവസം കാണാതിരുന്നാൽ ഈ ഒരു സന്തോഷങ്ങളാണ് നമ്മളെ സത്യം പറഞ്ഞാൽ മുന്നോട്ട് നയിക്കുന്നത്. അയ്യോ ക്യാരറ്റ് കഴിക്കുന്ന. അങ്ങനെ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട് ട്രൈറ്റനിൽ. നമ്മൾ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. നല്ല അടിപൊളി വ്യൂവിലിരുന്ന് ഫുഡ് കഴിക്കാം. എന്താ കണ്ടില്ലേ, ഒരു ഡ്രീം വെക്കേഷൻ തന്നെയായിരുന്നു. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതൊരു ഫുൾഫിൽമെൻറ്റിലോട്ട് എത്തിയത്. ഈ ഒരു വ്യൂ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ബ്യൂട്ടിയാണ് മാൽദീവ്സിൻ്റെ ഈ ഒരു റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്.
നല്ല ഫുഡാണോ? നല്ല ഫുഡുണ്ടോ ശ്രീ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല രുചിയുണ്ട്. ഇതാണ് ട്രൈറ്റൻ്റെ ഫുഡ്. ഈ ഒരു വൈബിലിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. റിച്ചുകൂട്ടനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മളിതാ വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീകൂട്ടൻ പാവം ഉറങ്ങിപ്പോയി. ക്ലൈമറ്റ് കുഴപ്പമില്ല. പാരാസൈലിംഗ് ഇവിടെ അമ്മ പോയതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രീ ഇപ്പോൾ ഒരു റൈഡിന് 1 ട്യൂബിൻ്റെ റൈഡിന് പോയേക്കാണ്. ഞാനും റിച്ചുകൊണ്ടും ജെറ്റ് കാറൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ജെറ്റ് കാറൊക്കെ ശ്രീയെ കാണാത്തോണ്ട് ശ്രീയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ വരും ശ്രീ. ജെറ്റ് കാർ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഡ്രോൺ വിഷ്വൽസ് അവർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ ചേർക്കാം. ശ്രീ ഇതാ അവിടെ ജെറ്റ് സ്കീ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പോവുകയാണ് നമ്മൾ പാരാസൈലിംഗ് ശ്രീക്ക് ചെയ്യാൻ. ഞാനില്ല കേട്ടോ. നമ്മളിതാ തിരിച്ച് പോവേണ് ഗൈസ്. ഭയങ്കര കാറ്റും പ്രശ്നങ്ങളും ഒക്കെയാണ്. അങ്ങനെ പാരാസൈലിംഗ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് ബാക്കിയുള്ള റൈഡുകളെല്ലാം ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മളിതാ റൂമിലോട്ട് പോകണം. നല്ല കാറ്റാണ്. പിന്നിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര കാറ്റ്. ജെറ്റ് സ്കൈയും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാൻ പറ്റി തന്നെ വലിയ ഭാഗ്യം. നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവേണ്ട. സത്യം പറഞ്ഞാൽ അതുമല്ല, ഈ വഴി കിടന്ന വണ്ടിയിൽ കയറിയാണ് നമ്മൾ കയറിയിരുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്ര കാറ്റ്. ഈ മണ്ണ് നല്ല വെള്ള മണൽ അങ്ങോട്ട് ഭയങ്കര വെള്ള മണൽ അടിച്ച് കയറണ്. രിച്ചു ഞാനും കൂടെ ഓടി തള്ളി ഒരു വണ്ടിക്കകത്ത് കയറി. അപ്പോൾ ഇതാണ് മാഫുഷി ഓൾറെഡി കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ എടുത്ത്. മാഫുഷി നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാം. അപ്പോൾ തിരിച്ച് നമ്മളെ ഇവിടെ നമ്മുടെ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ട്രൈറ്റണിൽ നമ്മുടെ യാത്ര മഞ്ചീസിൻ്റെ. അപ്പോൾ നമ്മൾ ഓഷ്യൻ വിസ്ത ട്രാവൽസിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് അപ്പോൾ കാറ്റ് കണ്ടോ? ഭയങ്കര കാറ്റാണ് കൈസ്. അപ്പോൾ ഓക്കെ, ബാക്കി അവർ നാളെ പോവുകയാണ് ശ്രീയും മോനും. അപ്പോൾ അവർ സേഫായിട്ട് എത്തിക്കണം. അവിടെ എത്തുന്നവരെ നമുക്കും ഒരു ആശ്വാസമാവുള്ളൂ. ബീഹാർ ഇതാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. അടിപൊളിയാണ്. പക്ഷേ നമുക്ക് ഒരു ബീച്ചിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകും. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നത് നമ്മുടെ ലെഷറിലാണ് കേട്ടോ. ലെഷർ ബൊട്ടീക്ക് ഓഷ്യൻ ട്രാവൽസിൻ്റെ. അത് കഴിഞ്ഞത് രിച്ചുകുട്ടൻ ഉറക്കം വന്നു. അതിനിടയ്ക്ക് രിച്ചുകുട്ടൻ ഈ പൂച്ചകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് അതിലെ ഫോട്ടോ ഗൈസ്, നമ്മൾ ബങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു ജേണിയാണ്. PPM. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ താമസിക്കണായിരിക്കും അല്ലേ ബ്രോ? ലോക്കൽസ് താമസിക്കുന്നത്. ഇവരെയൊക്കെ മാറ്റാന്ന് നമ്മളെ വലിയ റോഡിൽ വന്നല്ലേ. വിളി. DJ പാർട്ടീസ് ഒക്കെ അല്ലേ? വെള്ളിയാഴ്ച ഇച്ചിരി ഓണാണല്ലേ? നമ്മൾ ഫുഡ് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ട്രൈറ്റനിലെത്തി. അങ്ങനെ നാളെ രാവിലെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ റൂമെത്തി. നാളെ ഈ സമയം ശ്രീ വീട്ടിൽ ഞാൻ അക്കോമഡേഷൻ. രണ്ടുപേരും രാവിലെ ഉറക്ക ക്ഷീണത്തിൽ ഇത് ഒന്ന് റെഡിയാവണം. റെഡിയായിട്ട് നമ്മളെ മുമ്പാരേക്കുള്ള ബോട്ടിന് പോകും. എന്നിട്ട് അവിടെ ചെന്ന് ചിക്കനായി സമാധാനമായിട്ടിരിക്കും.
അതെ കാപ്പി കുടിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്ന് എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ പോവും. ഓട്ടിച്ചെന്ന് ഇച്ചു കാറ് ഇച്ചു കാറവിടെ ബ്രും ബ്രും. ഇത് ആംബിയൻസ് വെളിയിലേക്ക് അടിപൊളി. ഇച്ചു കാറ് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തതാ എയർപോർട്ടിൽ പോകാൻ പോവുകയാണ്. 2:30-ക്കാണ് ഫ്ലൈറ്റ്. സമയമുണ്ട് നമുക്കിപ്പോൾ. മണി 10:30 ആയിട്ടേ ഉള്ളൂ. ടിച്ചു ഇതാരാ? ഹായ്. ഓ പ്ലെയിൻ. ടിച്ചുകുട്ടൻ പ്ലെയിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ. അങ്ങനെതാ പോവാൻ റെഡിയായി. നമ്മളിതാ ടിച്ചുകുട്ടൻ ഒരു കേക്കും ഒരു വെള്ളമൊക്കെ മേടിച്ച് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് മാലദ്വീപിന് എയർലൈൻസ് എല്ലാം ഫുഡ് കിട്ടും. തൽക്കാലം അതുവരെ ടിച്ചുകുട്ടന് വിശന്നിരിക്കാൻ പറ്റില്ല. നമ്മൾ കേക്ക് ബട്ടർസ്കോച്ച് കോസ്റ്റ ബോക്സിൽ നിന്നാണ് മേടിച്ചത്. ശരി ടാറ്റാ. ടിച്ചുകുട്ടാ അച്ഛ ഇപ്പൊ വരും. അച്ഛ ഇപ്പൊ ഓടി വരും. കാറ്റടിക്കത് വരും. സത്യം പറയാം പയ്യ കരഞ്ഞു പോകുന്നു. ടിച്ചുകുട്ടാ ശ്രീ പോയി ഭയങ്കര സങ്കടമാണ്. മോനും ശ്രീ വരുന്ന കസേരയിലൊന്നും വന്നിരിക്കുകയാണ്. അവർ അങ്ങനെ ഞാൻ പോകണം സങ്കടം. ഞാനും ഇനി തിരിച്ച് റൂമിൽ പോകണം, വർക്കിന് പോകണം. അങ്ങനെ അവർ ഭയങ്കര സങ്കടമാണ്. ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥിച്ചൊരു മനക്കെട്ടിയിൽ പോവുകയാണ്. ഓക്കെ മിസ് യു. ഞാൻ എന്തായാലും ഉടനെ അവരുടെ ഞാൻ പോകും. അല്ല പറ്റില്ല എനിക്ക് അങ്ങനെ. ഓക്കെ അപ്പം ഇതാണ് മാലദ്വീപ്സ് ഫുൾ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവും, നിങ്ങൾക്ക് സന്തോഷമാവും എന്നൊക്കെ വിശ്വസിക്കണം ഞാൻ. ശരി.